എറണാകുളം ജില്ലയിലെ വൈപ്പിൻ എടവനക്കാട് എന്ന പ്രശാന്തമായ തീരദേശ ഗ്രാമത്തെ തടുക്കിയ ഒരു കൊലപാതകത്തിന്റെ ചുഴലഴിയുന്നത് സിനിമകളെ പോലും വെല്ലുന്ന നാടകീയമായ സംഭവ വികാസങ്ങളിലൂടെയാണ്. 1.5 വർഷത്തോളം നീണ്ടുനിന്ന കള്ളക്കഥകളും അഭിനയ മുഹൂർത്തങ്ങളും തകർന്നു വീണപ്പോൾ പുറത്തു വന്നത് സ്വന്തം ഭാര്യയെ കൊലപ്പെടുത്തി വീട്ടുപടിക്കൽ കുഴിച്ചു മൂടിയ ശേഷം ഒന്നും അറിയാത്തവനെ പോലെ ജീവിച്ച ഒരു ഭർത്താവിന്റെ ക്രൂരമായ മുഖമായിരുന്നു. വാച്ചാക്കൽ സ്വദേശിയായ സജീവ് എന്ന പെയിന്റിംഗ് തൊഴിലാളി തന്റെ ഭാര്യ രമ്യയെ കാണാനില്ലെന്ന പേരിൽ നാട്ടുകാരെയും ബന്ധുക്കളെയും വിശ്വസിപ്പിച്ച് സുരക്ഷിതനായി കഴിഞ്ഞുകൂടിയത് നീണ്ട 500-ലധികം ദിവസങ്ങളാണ്. ഈ കാലയളവിനിടയിൽ അയാൾ സങ്കടപ്പെടുന്ന ഒരു ഭർത്താവായും മക്കൾക്കായി ജീവിക്കുന്ന ഉത്തരവാദിത്തമുള്ള ഒരു പിതാവായും സമൂഹത്തിന് മുന്നിൽ തിളങ്ങി നിന്നു. ഒരു ക്രിമിനൽ ബുദ്ധിയോടെ കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ കൊലപാതകവും അതിനുശേഷം നടത്തിയ തെളിവ് നശിപ്പിക്കലും കേരള പോലീസിനെ പോലും ആദ്യഘട്ടത്തിൽ കുഴപ്പിച്ചിരുന്നു. 2021 ഓഗസ്റ്റ് 16-നായിരുന്നു കേരള മനസാക്ഷിയെ മരവിപ്പിച്ച ആ ദാരുണ സംഭവം നടന്നത്. എടവനക്കാടെ വാടക വീട്ടിൽ സജീവും രമ്യയും 2 മക്കളും അടങ്ങുന്ന കുടുംബം താമസിച്ചു വരികയായിരുന്നു. നാട്ടുകാർക്കിടയിൽ മാന്യനായി അറിയപ്പെട്ടിരുന്ന സജീവ് ഒഴിവു സമയങ്ങളിൽ ക്രിക്കറ്റ് കളിക്കാനും സുഹൃത്തുക്കളോടൊപ്പം സമയം ചെലവഴിക്കാനും താല്പര്യം കാട്ടിയിരുന്നു. എന്നാൽ ആ ദാമ്പത്യത്തിനുള്ളിൽ അസ്വാരസ്യങ്ങൾ പുകയുന്നുണ്ടായിരുന്നു എന്ന് അയൽക്കാർ പോലും അറിഞ്ഞിരുന്നില്ല. സംഭവ ദിവസം പകൽ മക്കൾ വീട്ടിലില്ലാതിരുന്ന സമയത്ത് സജീവും രമ്യയും തമ്മിൽ ഉണ്ടായ നിസ്സാരമായ വാക്കുതർക്കം വലിയ സംഘർഷത്തിലേക്ക് നീങ്ങി. പ്രകോപിതനായ സജീവ് കിടപ്പുമുറിയിൽ വെച്ച് രമ്യയെ ശ്വാസം മുട്ടിച്ചും കയർ കഴുത്തിൽ മുറുക്കിയും കൊലപ്പെടുത്തുകയായിരുന്നു. അപ്രതീക്ഷിതമായി സംഭവിച്ച കൊലപാതകത്തിനു ശേഷം പരിഭ്രമിക്കാതെ മൃതദേഹം എങ്ങനെ മറവ് ചെയ്യും എന്നാലോചിച്ച് സജീവ് അതീവ രഹസ്യമായി നീക്കങ്ങൾ ആരംഭിച്ചു. പകൽ സമയം മുഴുവനും വീടിന്റെ ടെറസിൽ മൃതദേഹം ഒളിപ്പിച്ചു വെച്ച അയാൾ മക്കൾ വീട്ടിലെത്തിയപ്പോൾ ഒന്നും സംഭവിക്കാത്തതുപോലെ പെരുമാറി. അന്ന് രാത്രി മക്കൾ ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം വീടിന്റെ സിറ്റ് ഔട്ടിനോട് ചേർന്നുള്ള മുറ്റത്ത് സജീവ് ആഴത്തിലുള്ള കുഴിയെടുത്തു. രമ്യയുടെ മൃതദേഹം ആ കുഴിയിൽ നിക്ഷേപിച്ച് മണ്ണ് മൂടി ഉറപ്പിച്ച ശേഷം കൊലപാതകത്തിന് ഉപയോഗിച്ച കയറും രമ്യയുടെ മറ്റ് അടയാളങ്ങളും കത്തിച്ചു കളഞ്ഞു. പിറ്റേന്ന് രാവിലെ മുതൽ സജീവ് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിനയത്തിന് തുടക്കം കുറിച്ചു. രമ്യയെ പെട്ടെന്ന് കാണാതായതിനെ കുറിച്ച് അന്വേഷിച്ചവരോട് അവൾ പഠനത്തിനായി മുംബൈയിലേക്ക് പോയെന്നായിരുന്നു ആദ്യം പറഞ്ഞത്. പിന്നീടത് വിദേശത്ത് ജോലിക്കായി പോയെന്നും രമ്യ അവിടെ മറ്റൊരാളുമായി ബന്ധത്തിലാണെന്നുമുള്ള കള്ളക്കഥകളിലേക്ക് വളർന്നു. തന്നെയും മക്കളെയും ഉപേക്ഷിച്ച് അവൾ മറ്റൊരു പുരുഷനോടൊപ്പം ഒളിച്ചോടിപ്പോയെന്ന് കരഞ്ഞുകൊണ്ട് നാട്ടുകാരോട് പറഞ്ഞപ്പോൾ എല്ലാവർക്കും സജീവിനോട് സഹതാപം തോന്നി. മക്കൾ അമ്മയെ കുറിച്ച് ചോദിക്കുമ്പോൾ അമ്മ വൈകാതെ വരുമെന്നും വലിയ ജോലിയാണെന്നും പറഞ്ഞ് അയാൾ അവരെ ആശ്വസിപ്പിച്ചു പോന്നു. മാസങ്ങൾ കടന്നുപോയിട്ടും രമ്യ സ്വന്തം സഹോദരനെയോ മക്കളെയോ ഫോണിൽ വിളിക്കാതിരുന്നത് ബന്ധുക്കളിൽ വലിയ സംശയമുണ്ടാക്കി. അമ്മയുടെ ഫോൺ വിളികൾ വരുന്നില്ലെന്ന് മക്കൾ കൂടി പറഞ്ഞതോടെ രമ്യയുടെ സഹോദരൻ സജീവിനെ ചോദ്യം ചെയ്തു. എന്നാൽ താൻ വിളിക്കാൻ ശ്രമിക്കാറുണ്ടെന്നും അവൾ ഫോൺ എടുക്കാറില്ലെന്നുമായിരുന്നു സജീവിന്റെ മറുപടി. ഒടുവിൽ രമ്യയുടെ തിരോധാനത്തിൽ ദുരൂഹതയുണ്ടെന്ന് കാണിച്ച് 2022 ഫെബ്രുവരിയിൽ സഹോദരൻ ഞാറക്കൽ പോലീസിൽ പരാതി നൽകി. തുടക്കത്തിൽ ലോക്കൽ പോലീസ് സജീവിനെ ചോദ്യം ചെയ്തെങ്കിലും അയാൾ നൽകിയ മൊഴികളിൽ വൈരുദ്ധ്യം കണ്ടെത്താൻ പോലീസിന് സാധിച്ചില്ല. എന്നാൽ കേസ് റൂറൽ എസ്.പിയുടെ കീഴിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഏറ്റെടുത്തതോടെ ശാസ്ത്രീയമായ അന്വേഷണം ആരംഭിച്ചു. രമ്യയുടെ ഫോൺ രേഖകൾ പരിശോധിച്ചപ്പോൾ 2021 ഓഗസ്റ്റ് 16-ന് ശേഷം ആ സിം കാർഡ് പ്രവർത്തനരഹിതമാണെന്ന് പോലീസ് കണ്ടെത്തി. സജീവ് ആവശ്യപ്പെട്ടതുപോലെ രമ്യ വിദേശത്തേക്ക് പോയിട്ടുണ്ടോ എന്നറിയാൻ വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ രേഖകൾ പരിശോധിച്ചെങ്കിലും അത്തരമൊരു യാത്ര നടന്നിട്ടില്ലെന്ന് പോലീസ് ഉറപ്പിച്ചു. പോലീസിന്റെ സംശയം സജീവിന് നേരെ തിരിഞ്ഞതോടെ അയാളെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തു. ആദ്യം തന്റെ കഥകളിൽ ഉറച്ചുനിന്ന സജീവ് പോലീസിന്റെ പക്കലുള്ള ശാസ്ത്രീയ തെളിവുകൾക്ക് മുന്നിൽ ഒടുവിൽ തകർന്നു പോയി. തന്റെ ഭാര്യ മറ്റെവിടെയുമില്ല, തങ്ങൾ താമസിക്കുന്ന വീടിന്റെ മുറ്റത്ത് തന്നെ ഉണ്ടെന്ന് അയാൾ വെളിപ്പെടുത്തിയപ്പോൾ അത് പോലീസിനും നാട്ടുകാർക്കും വിശ്വസിക്കാനായില്ല. സജീവ് കാണിച്ചു കൊടുത്ത മുറ്റത്തെ ആ പ്രത്യേക ഭാഗം പോലീസ് കിളച്ചു പരിശോധിച്ചപ്പോൾ 1.5 വർഷം പഴക്കമുള്ള അസ്ഥികൂടമായി മാറിയ രമ്യയുടെ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തു. സ്വന്തം ഭാര്യയെ കുഴിച്ചു മൂടിയ അതേ മുറ്റത്ത് 1.5 വർഷക്കാലം ക്രിക്കറ്റ് കളിച്ചും മക്കളോടൊപ്പം സമയം ചെലവഴിച്ചും കഴിഞ്ഞ സജീവിന്റെ ക്രൂരത പുറം ലോകം ഞെട്ടലോടെയാണ് കണ്ടത്. അയൽക്കാരെയും പോലീസിനെയും വഞ്ചിച്ചുകൊണ്ട് അയാൾ ധരിച്ച നല്ലവനായ മനുഷ്യൻ എന്ന മുഖം മൂടി അഴിഞ്ഞു വീണ നിമിഷമായിരുന്നു അത്. ഒരു സാധാരണ കൊലപാതകത്തിനപ്പുറം ഒരു മനുഷ്യന് ഇത്രയും കാലം എങ്ങനെ ഇത്ര വലിയൊരു രഹസ്യം ഒളിപ്പിച്ചു വെച്ച് സാധാരണക്കാരായി ജീവിക്കാൻ കഴിഞ്ഞു എന്നത് മനഃശാസ്ത്രജ്ഞനെ പോലും അമ്പരിപ്പിച്ചു. സജീവന്റെ അറസ്റ്റോടെ എടവനക്കാട്ടെ ആ വാടക വീട് കേരളത്തിലെ ഏറ്റവും വലിയ ക്രൈം സീനുകളിൽ ഒന്നായി മാറി. തെളിവെടുപ്പിനായി സജീവിനെ അവിടെ എത്തിച്ചപ്പോൾ രോഷാകുലരായ നാട്ടുകാരുടെ പ്രതിഷേധമാണ് കണ്ടത്. കൊലപാതകം നടന്ന രാത്രിയിൽ അയൽക്കാർ ആരും
ഒരു ശബ്ദം പോലും കേട്ടിരുന്നില്ല എന്ന് സജീവ് എത്രമാത്രം നിശബ്ദമായാണ് ആ ക്രൂരകൃത്യം നിർവഹിച്ചത് എന്നതിന്റെ തെളിവാണ്. മക്കൾക്ക് അമ്മയെ നഷ്ടപ്പെട്ടതിനൊപ്പം അച്ഛൻ ഒരു കൊലയാളിയാണെന്ന സത്യവും വലിയ ആഘാതമായി. സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും പേരിൽ കെട്ടിപ്പടുത്ത ഒരു കുടുംബം വെറും നിമിഷ നേരത്തെ ദേഷ്യം കൊണ്ട് എങ്ങനെ തകർന്നു പോയി എന്നതിന്റെ നേർസാക്ഷ്യമാണ് ഈ കേസ് കാണിക്കുന്നത്. സജീവിന്റെ കള്ളക്കഥകളെല്ലാം പൊളിഞ്ഞതോടെ നിയമത്തിന്റെ പിടിയിൽ അയാൾക്ക് അർഹമായ ശിക്ഷ ലഭിക്കുമെന്ന് പോലീസ് ഉറപ്പാക്കി. സമൂഹ മധ്യത്തിൽ മാന്യമായി നടക്കുമ്പോഴും ഉള്ളിൽ ഒളിപ്പിച്ച ക്രൂരതയുടെ ആഴം അളക്കാൻ ആർക്കും കഴിയില്ലെന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു.